നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. ശക്തമായ ഇടിമിന്നലിൽ മുൻ ചാവക്കാട് നഗരസഭാ കൗൺസിലർ അടക്കം 3 പേർക്ക് പരിക്ക്. മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപം ഐനിപ്പള്ളി വീട്ടിൽ മനോജ്, ഭാര്യ 18-ാം വാർഡ് മുൻ കൗൺസിലറായ സ്മൃതി, മകൾ ധ്വനി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്ന് പുലർച്ചെയുണ്ടായ ഇടിമിന്നലിൽ മുറിയിലെ മേൽക്കൂര തകർന്ന് സിമന്റ് കഷ്ണങ്ങൾ ഇവരുടെ ശരീരത്തിലേക്ക് പതിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വൈദ്യുതി മീറ്റർ ബോർഡ് പൊട്ടിത്തെറിച്ചു. വീടിന് മുകളിൽ സ്ഥാപിച്ച വാട്ടർ ടാങ്കിലേക്ക് പോയിരുന്ന പൈപ്പുകളും വീടിന്റെ മുകളിലെ വാർപ്പും തകർന്നിട്ടുണ്ട്. സമീപത്തുള്ള വീടിനും കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. ശക്തമായ ഇടിമിന്നലിൽ ഒരുമനിയൂരിൽ റെസ്റ്റോറന്റ് കത്തിനശിച്ചു. ഒരുമനിയൂർ കഴുത്താക്കലിൽ പ്രവർത്തിച്ചു വന്നിരുന്ന കായലോരം എന്ന റെസ്റ്റോറന്റാണ് ഇന്ന് പുലർച്ചെയുണ്ടായ ഇടിമിന്നലിൽ കത്തിനശിച്ചത്. പുലർച്ചെ 3:30 സംഭവം. സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റിൽ നിന്നും തീപ്പൊരി വന്നതാണ് അപകടത്തിന് കാരണമെന്ന് പറയുന്നു. അപകടത്തിൽ റെസ്റ്റോറന്റ് പൂർണ്ണമായും കത്തിനശിച്ചു. വലിയ ശബ്ദം കേട്ടെത്തിയ നാട്ടുകാരാണ് റെസ്റ്റോറന്റ് കത്തുന്നത് കണ്ടത്. റെസ്റ്റോറന്റിന്റെ മുകൾ ഭാഗം ഓല കൊണ്ട് മേഞ്ഞതായിരുന്നു. സമീപത്തെ കെട്ടിടത്തിന്റെ ജനൽ ചില്ലുകളും തകർന്നിട്ടുണ്ട്. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചു. വാർഡ് മെമ്പർ നഷ്റയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഗുരുവായൂരിൽ നിന്ന് 2 യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയാണ് തീയണച്ചത്. ഏകദേശം 25 ലക്ഷം രൂപയോളം നഷ്ടം സംഭവിച്ചതായി റെസ്റ്റോറന്റ് നടത്തിപ്പുകാർ പറഞ്ഞു. നമ്മള് പുലർച്ചെ 5 മണിക്കാണ് വിളിച്ച് പറയണത്. പിന്നെ ഇത് ഈ പോസ്റ്റില്ല, ഇതൊക്കെ നമുക്ക് കെട്ടാൻ പറഞ്ഞിട്ടുള്ളതാണ് അവരോട്. ഈ ലൈൻ കമ്പിയൊക്കെ അത് കൂട്ടിമുട്ടാണ്ടിരിക്കാനൊക്കെ കെട്ടാണ്ടിരിക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ കാറ്റ് വരുമ്പോൾ ഇങ്ങനെ ആടുമ്പോൾ സ്വാഭാവികമായിട്ട് സ്പാർക്ക് വരും. പിന്നെ അവിടെ നിന്നാണ് ആ ലൈനിൽ നിന്ന് ആ പോസ്റ്റിൽ നിന്നാണ് സ്പാർക്ക് വന്നില്ല. അവിടെ ഒന്നും ഈ കണക്ഷൻ ഇട്ടിട്ടില്ല. അവർ ഇവിടെ ഇങ്ങനെ കൂട്ടിമുട്ടിക്കാനുള്ളത് ജോയിൻ്റ് ഇട്ടിട്ടില്ല. അവിടെ നിന്ന് വന്നിട്ട് ഫ്രണ്ട് സൈഡാണ് കത്തിയിട്ടുള്ളത്. പിന്നെ ഇത് കിട്ടുമ്പോൾ നമുക്ക് തരിശായിട്ടാണ് കിട്ടിയത്. അത് നമ്മൾ വെച്ച് കെട്ടി ഉണ്ടാക്കിയതാണ്. 10-25 ലക്ഷം റുപ്യ അടുത്തായിട്ടുണ്ട്. ഇങ്ങനെ മെല്ലെ മെല്ലെ ചെയ്ത് മണ്ണടിച്ച് തൂർത്ത് അതുപോലത്തെ ഒരു സ്ഥലമായിരുന്നു ചെളിക്കൊണ്ടിരുന്നു. അപ്പം കെട്ടുണ്ടാക്കിയതാണ്, ഇത് വെച്ചുണ്ടാക്കിയതാണ് കെട്ടി. കുന്നംകുളം നഗരമധ്യത്തിൽ KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച് യാത്രക്കാർക്ക് പരിക്ക്. തൃശൂർ റോഡിൽ ഇന്ന് പുലർച്ചെ 2:30 അപകടമുണ്ടായത്. ബസ്സുകളിലുണ്ടായിരുന്ന 15ഓളം പേർക്കാണ് പരിക്കേറ്റത്. പട്ടാമ്പി ഭാഗത്തു നിന്നും തൃശൂരിലേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സും തൃശൂർ ഭാഗത്തു നിന്ന് വരികയായിരുന്ന മറ്റൊരു KSRTC ബസ്സുമാണ് കുന്നംകുളം ഒനീറോ ജംഗ്ഷനിൽ വെച്ച് അപകടത്തിൽപ്പെട്ടത്. തൃശൂർ ഭാഗത്തു നിന്നും വന്ന ബസ് ജംഗ്ഷനിൽ സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ എതിർദിശയിൽ നിന്നും വന്ന ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഇരു ബസ്സുകളുടെയും മുൻഭാഗം ഭാഗികമായി തകർന്നു. കുന്നംകുളം, നന്മ, ട്രാഫിക്, അർബൻ ബാങ്ക് എന്നീ സംഘടനകളുടെ ആംബുലൻസുകൾ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി. 15 പേരെയും ഉടൻ തന്നെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിലവിൽ ആരുടെയും പരിക്ക് ഗുരുതരമല്ല. പുലർച്ചെയായതിനാൽ റോഡിൽ മറ്റു വാഹനങ്ങൾ കുറവായത് അപകട സാധ്യത ഒഴിവാക്കി. കുന്നംകുളം പോലീസ് സംഭവത്തിൽ കേസെടുത്തു. ടാർ മിക്സിംഗ് പ്ലാന്റിന്റെ പ്രവർത്തനം തടഞ്ഞ് BJP പ്രവർത്തകർ. പോർക്കുളം പഞ്ചായത്തിലെ പാറേമ്പാടം അഗതിയൂർ റോഡ് ടെൻഡർ എടുത്ത് 2 വർഷത്തിലധികമായിട്ടും പണി തുടങ്ങാത്തതിനെ തുടർന്ന് കരാറുകാരന്റെ കല്ലഴിക്കുന്നിലെ ടാർ മിക്സിംഗ് പ്ലാന്റിന്റെ പ്രവർത്തനമാണ് BJP പോർക്കുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തടഞ്ഞത്. കരാറുകാരനെ വിളിച്ചുവരുത്തി മെയ് 4-ാം തീയതി പണി തുടങ്ങുമെന്ന ഉറപ്പിന്മേൽ താൽക്കാലികമായി സമരം അവസാനിപ്പിച്ചു. BJP കുന്നംകുളം മണ്ഡലം ട്രഷറർ വിഗീഷ്, പഞ്ചായത്ത് കമ്മിറ്റി അധ്യക്ഷൻ വിനോദ് കുമാർ, സദാനന്ദൻ, സോമൻ അക്കിക്കാവ്, സുജിത് അഗതിയൂർ, സുധീർ പോർക്കുളം തുടങ്ങിയവർ നേതൃത്വം നൽകി. വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെടുന്ന എരുമപ്പെട്ടി പഞ്ചായത്തിലെ കുണ്ടന്നൂർ തെക്കേക്കര പാടത്ത് ജനവാസ മേഖലയ്ക്ക് നടുവിലുള്ള ഒറ്റമുറി കോൺക്രീറ്റ് കെട്ടിടത്തിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന കരിമരുന്നു ശേഖരം നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്നു. മറ്റു സ്ഥലങ്ങളിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്ത വെടിക്കോപ്പുകളാണ് യാതൊരു സുരക്ഷാ മുൻകരുതലുമില്ലാതെ കുണ്ടന്നൂർ പാടശേഖരത്തിലുള്ള ഒറ്റമുറി കെട്ടിടത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. കടുത്ത വേനൽ ചൂടിൽ പാടത്തിന് നടുവിലെ ഈ കെട്ടിടം ചുട്ടുപൊള്ളുന്ന അവസ്ഥയിലാണ്. ഇതിനുള്ളിൽ എത്രത്തോളം വീര്യമുള്ള സ്ഫോടക വസ്തുക്കളാണ് ഉള്ളതെന്ന് നാട്ടുകാർക്കോ അധികൃതർക്കോ വ്യക്തമായ ധാരണയില്ല. 100 മീറ്ററിനുള്ളിൽ സ്കൂളും പള്ളിയും 70 മീറ്റർ ചുറ്റളവിൽ നിരവധി വീടുകളും സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ഇപ്പോൾ വലിയൊരു ഭീതിയിലാണ്. അടുത്തിടെ മുണ്ടത്തിക്കോടുണ്ടായ വെടിക്കെട്ടപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കുണ്ടന്നൂർ നിവാസികളുടെ ആശങ്ക ഇരട്ടിയായിരിക്കുകയാണ്.
മുമ്പ് കുണ്ടന്നൂർ പാടശേഖരത്തിലുണ്ടായിരുന്ന വെടിക്കെട്ട് ശാല പൊട്ടിത്തെറിച്ച് ഒരു തൊഴിലാളി മരിക്കുകയും മേഖലയിലെ വീടുകൾക്കും പൊതുസ്ഥാപനങ്ങൾക്കും വൻതോതിൽ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ ജനലകളും വാതിലുകളും എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് തകിട് പൊടിയായി. പള്ളിയുടെ ഷീറ്റ് മേഞ്ഞത് കംപ്ലീറ്റ് തരിപ്പണായി. സ്കൂളിൻ്റെ ജനാലകൾ മുഴുവൻ തകർന്നു. എന്നിട്ടും അവർ ഈ റെയ്ഡ് ചെയ്ത് ഇയാളുടെ സാധനങ്ങൾ അനധികൃതമായി സൂക്ഷിച്ച മരുന്നുകളെല്ലാം റെയ്ഡ് ചെയ്ത് പിടിച്ചു കൊണ്ടുവന്നു. അത് കൊണ്ടുവന്നിട്ട് വീണ്ടും ആ വെടിക്കെട്ട് പെരയിലാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഈ ദുരന്തത്തിന്റെ നടുക്കം മാറാത്ത നാട്ടുകാർക്ക് മുന്നിലാണ് അധികൃതർ കരിമരുന്നു ശേഖരം മാറ്റാതെ ഇട്ടിരിക്കുന്നത്. ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് ഈ കരിമരുന്നു ശേഖരം എത്രയും വേഗം ഇവിടെ നിന്ന് നീക്കം ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അയാൾ എന്ത് വേണേലും ചെയ്തോട്ടെ, നമ്മുടെ ജനസാന്ദ്രത കൂടിയ സ്ഥലത്തുനിന്ന് ഈ സാധനം കൊടുത്ത് മാറ്റം ഞങ്ങൾക്കിത് പേടിച്ചിട്ടായിരിക്കണം. നിർവീര്യാക്കി വെച്ച സാധനമാണ് വടക്കേ മലബാറിൽ എവിടെയോ പൊട്ടിത്തെറിച്ചത്, മണ്ണിൻ്റെ അടിയിലിട്ട് കിടന്നത്. ഇത് എപ്പോഴാണ് പൊട്ടിത്തെറിക്കാന്ന് പറയാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് ഈ സാധനം ഇവിടുന്ന് മാറ്റും വേണം, ആ കെട്ടിടം അവിടുന്ന് പൊളിച്ച് മാറ്റും വേണം. കൃഷിപ്പാടത്തിൻ്റെ നടുക്കലാണ് നിൽക്കണം. ഈ കൃഷിപ്പാടം എന്ന് പറയുമ്പോൾ ഒരു ഓരം ചേർത്തിട്ടുള്ള കൃഷിയാണ്. ഒരു 10 വറ കണ്ടത്തിന് വീതിയുള്ളൂ. എരുമപ്പെട്ടി കടങ്ങോട് വെസ്റ്റ് ഹിദായത്തുൽ ഇസ്ലാം മദ്രസയിൽ SKSBVയുടെ നേതൃത്വത്തിൽ കരുതി വെക്കാം ജീവന്റെ തുള്ളികൾ നാളേക്കായി എന്ന പ്രമേയത്തിൽ നടക്കുന്ന ജലസംരക്ഷണ ക്യാമ്പയിന്റെ മദ്രസാതല ഉദ്ഘാടനം നടത്തി. കടങ്ങോട് വെസ്റ്റ് മുക്കിലപ്പീടികയിൽ നടന്ന പരിപാടി മഹല്ല ഖത്തീബ് ബഷീർ സഖാഫി ഉദ്ഘാടനം ചെയ്തു. മഹല്ല ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് KS സലാം അധ്യക്ഷനായി. SKSBV റേഞ്ച് കൺവീനർ യഹ്യ ഫൈസി മുഖ്യാതിഥിയായി. KB മുഹമ്മദ് കുട്ടി, NA അബൂബക്കർ, VM അബൂബക്കർ, NA മുഹമ്മദ് അലി, മുഹമ്മദ് ഹക്കീം, അജ്മൽ എന്നിവർ സംസാരിച്ചു. മന്നലാംകുന്ന് എടയൂർ മുനീറുൽ ഇസ്ലാം മദ്രസ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ പരീക്ഷകളിൽ വിജയിച്ചവരെ ആദരിക്കലും തണ്ണീർക്കുടം സമർപ്പണവും നടത്തി. സമസ്ത പൊതുപരീക്ഷയിൽ അണ്ടത്തോട് റേഞ്ച് തലത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടി ടോപ്പ് പ്ലസ് കരസ്ഥമാക്കിയ 7ാം ക്ലാസ് വിദ്യാർത്ഥിനി റന ഫാത്തിമ അബൂബക്കറിനെയും ഡിസ്റ്റിങ്ഷൻ നേടിയ മറ്റ് വിദ്യാർത്ഥികളെയും ഉസ്താദ് നിസാർ ദാരിമിയെയുമാണ് ആദരിച്ചത്. SKSBV നിർദ്ദേശപ്രകാരമുള്ള തണ്ണീർക്കുടം സമർപ്പണവും ഉണ്ടായി. വടക്കേകാട് CI PP ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. മദ്രസ വൈസ് പ്രസിഡന്റ് ഹുസൈൻ എടയൂർ അധ്യക്ഷത വഹിച്ചു. മന്നലാംകുന്ന് മഹല്ല് ജുമാ മസ്ജിദ് ഖത്തീബ് ഉസ്താദ് മൻസൂർ ദാരിമി മുഖ്യപ്രഭാഷണം നടത്തി. അണ്ടത്തോട് റേഞ്ച് ജനറൽ സെക്രട്ടറി ഉസ്താദ് സ്വാലിഹ് ഫൈസി, മദ്രസ ജനറൽ സെക്രട്ടറി അബു കണ്ണാണത്ത്, അക്കാദമിക് കോർഡിനേറ്റർ MP ഇക്ബാൽ മാസ്റ്റർ, ട്രഷറർ അബൂബക്കർ ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ സെന്റ് ആന്റണീസ് ദേവാലയ തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായി. രാവിലെ നടന്ന തിരുകർമ്മങ്ങൾക്ക് അഞ്ചേരി സെന്റ് മേരീസ് പള്ളി പ്രീസ്റ്റ് ഇൻചാർജ് ഫാദർ പ്രകാശ് പുത്തൂർ കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ സെബി ചിറ്റാട്ടുകര സഹകാർമ്മികനായി. നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്ത പ്രസുതേന്തി വാഴ്ചയ്ക്കു ശേഷം വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ എഴുന്നള്ളിച്ചു വെച്ചു. തുടർന്ന് കുടുംബ കൂട്ടായ്മകളിലേക്ക് അമ്പും വളയും ആശീർവദിച്ച് നൽകി. കൈക്കാരന്മാരായ ജോയ് ചെറുവത്തൂർ, ജോസഫ് വടക്കേത്തല, ജോഷി നീലങ്കാവിൽ, തിരുനാൾ ജനറൽ കൺവീനർ ലോറൻസ് നീലങ്കാവിൽ, ജോയിന്റ് കൺവീനർമാരായ ജോർജ് പോൾ നീലങ്കാവിൽ, TK ജോഷി മോഹൻ, സെബു തരകൻ, ചീരൻ ലാസൻ, വെള്ളറ ജോസ് എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ നായർ തറവാട്ട് കൂട്ടായ്മ കുടുംബസംഗമവും സമാദരണ സദസ്സും നടന്നു. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ പ്രസിഡന്റ് KT ശിവരാമൻ നായർ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ മുഖ്യാതിഥിയായിരുന്നു. ഗുരുവായൂർ ദേവസ്വം മുൻ ചെയർമാൻ TV ചന്ദ്രമോഹൻ, അമ്മിയൂർ ദേവസ്വം ചെയർമാൻ GK പ്രകാശൻ, സായി സഞ്ജീവനി ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ മൗനയോഗി ഹരിനാരായണൻ, മാധ്യമപ്രവർത്തകരായ VP ഉണ്ണികൃഷ്ണൻ, കല്ലൂർ ഉണ്ണികൃഷ്ണൻ, മികച്ച അധ്യാപികയ്ക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ ജയശ്രീ രവികുമാർ, കലാപ്രതിഭ സിന്ധു ചാത്തനാത്ത് എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു. ഗുരുവായൂർ ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, കൂട്ടായ്മ സെക്രട്ടറി അനിൽ കല്ലാറ്റ്, കോർഡിനേറ്റർ രവി ചങ്കത്ത്, TRO ബാലൻ വാറനാട്ട്, ശശി കേനാടത്ത്, നിർമ്മല നായ്ക്കത്ത്, മുരളി അകമ്പടി തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ത്യൻ തൊഴിലാളി സമൂഹത്തിന്റെ നട്ടെല്ലായ INTUC സ്വതന്ത്രാനന്തര ഭാരതത്തിൽ തൊഴിലാളി സമൂഹത്തിന്റെ ഉന്നമനത്തിനായി ശബ്ദമുയർത്തിയ
ഒരേയൊരു തൊഴിലാളി പ്രസ്ഥാനമാണെന്ന് മുൻ MLA-യും KPCC വൈസ് പ്രസിഡന്റുമായ VT ബൽറാം പറഞ്ഞു. INTUC തൃത്താല റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃത്താലയിൽ നടത്തിയ മെയ്ദിന റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു VT ബൽറാം. INTUC തൃത്താല റീജിയണൽ പ്രസിഡന്റ് TP മണികണ്ഠൻ അധ്യക്ഷനായി. സംസ്ഥാന ജനറൽ സെക്രട്ടറി V അബ്ദുള്ളക്കുട്ടി, UDF നിയോജക മണ്ഡലം ചെയർമാനും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ TK സുനിൽകുമാർ, DCC ജനറൽ സെക്രട്ടറിമാരായ VP മുഹമ്മദ് അലി, K ബാബു നാസർ, P മാധവദാസ്, P ബാലൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി OK ഫാറൂഖ് തുടങ്ങിയവർ സംസാരിച്ചു. വേലൂർ 9-ാം വാർഡ് വെങ്ങിലശ്ശേരിയിൽ വീട്ടിൽ നിന്ന് മൂർഖൻ പാമ്പിനെ പിടികൂടി. ഒലക്കെങ്കിൽ ആനമുട്ടി ഷീല ബെനഡിക്റ്റിന്റെ വീടിന്റെ അടുക്കള ഭാഗത്തുള്ള ചായ്പിലാണ് പാമ്പിനെ കണ്ടത്. നായ കുരയ്ക്കുന്നത് കേട്ട് വീട്ടുകാർ നോക്കിയപ്പോഴാണ് പാമ്പിനെ കണ്ടത്. വാർഡ് മെമ്പർ ബദുൽ സൈമന്റെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി ഫോറസ്റ്റ് റെസ്ക്യൂ ഫോഴ്സ് അംഗം അഷ്റഫ് പഴവൂർ പാമ്പിനെ പിടികൂടി വനം വകുപ്പ് അധികൃതർക്ക് കൈമാറി. എരുമപ്പെട്ടി INTUC യൂണിയന്റെ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. പൊതുയോഗം യൂണിറ്റ് പ്രസിഡന്റ് TK ദേവസി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PS സുനീഷ് അധ്യക്ഷത വഹിച്ചു. 4.5 പതിറ്റാണ്ടായി തൊഴിലാളികളുടെ നേതാവായി പ്രവർത്തിക്കുന്ന എരുമപ്പെട്ടിയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് TK ദേവസിയുടെ 90ാമത് ജന്മദിനാഘോഷവും ചടങ്ങിൽ നടത്തി. ജനറൽ സെക്രട്ടറി MC ഐജു, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MM നിഷാദ്, INTUC മണ്ഡലം പ്രസിഡന്റ് സുന്ദരൻ ചിറ്റണ്ട, MM സിറാജ്, KV രാജീവ്, TM വിൻസെന്റ്, NM ഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് TK ദേവസി, വൈസ് പ്രസിഡന്റ് PS സുനീഷ്, ജനറൽ സെക്രട്ടറി MC ഐജു, ജോയിന്റ് സെക്രട്ടറി MM സിറാജ്, യൂണിറ്റ് ലീഡർമാരായി OK വിനോദ്, ET ഫിലിപ്പ്, MS ബഷീർ എന്നിവരെയും യോഗം തിരഞ്ഞെടുത്തു. വാണിജ്യ പാചകവാതകത്തിന്റെ വില കുത്തനെ ഉയർത്തിയതിൽ പ്രതിഷേധിച്ച് കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മരത്തംകോട് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ ധർണ നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക എന്ന മുദ്രാവാക്യവുമായി നടത്തിയ ധർണ DCC സെക്രട്ടറി VK രഘുസ്വാമി ഉദ്ഘാടനം ചെയ്തു. കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഷറഫു പന്നിത്തടം അധ്യക്ഷത വഹിച്ചു. PY മുഹമ്മദ് അലി, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് വിഷയകുമാർ, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി TK സുബ്രഹ്മണ്യൻ, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷൈനി ടീച്ചർ, മണ്ഡലം ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. വേനൽ ചൂടിൽ വഴിയാത്രികർക്ക് കുടിനീരുമായി DYFI കണ്ടാണശ്ശേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ടാണശ്ശേരി സെന്ററിൽ ദാഹജലപന്തൽ ഒരുക്കിയാണ് യാത്രികർക്ക് കുടിനീർ വിതരണം ആരംഭിച്ചത്. ദാഹജലപന്തലിന്റെ ഉദ്ഘാടനം കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ് നിർവഹിച്ചു. മേഖലാ ജോയിന്റ് സെക്രട്ടറി കീർത്തി സജീഷ് അധ്യക്ഷനായി. CPM കണ്ടാണശ്ശേരി ലോക്കൽ കമ്മിറ്റി അംഗം AN സജീവൻ, DYFI കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് ട്രഷറർ ഗോപകുമാർ, കണ്ടാണശ്ശേരി മേഖലാ പ്രസിഡന്റ് VA അരുൺ, മേഖലാ ട്രഷറർ റനീഷ് രാഗേഷ് എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,965 രൂപ, സ്വർണം പവന് 1,11,720 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 255 രൂപ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.